നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക നഗരങ്ങളിൽ ഒന്നുകൂടിയായ മുംബൈയിലേക്ക് വിമാനമാർഗം യാത്ര ചെയ്യുന്നതിന് പുതിയ നിബന്ധനകൾ പുറത്തിറക്കിയിരിക്കുകയാണ് അധികൃതർ. ഈ സാഹചര്യത്തിൽ തന്നെ യാത്രക്കാർക്ക് ചില സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലെ മുംബൈ നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കാൻ എന്തെല്ലാം രേഖകളാണ് കൈവശം വെക്കേണ്ടതെന്ന തരത്തിലുള്ള സംശയങ്ങളാണ് പ്രധാനമായും യാത്രക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഹാജരാക്കണമെന്ന മിക്ക രാജ്യങ്ങളിലും നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വിമാനം പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പുള്ള കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം ഹാജരാക്കേണ്ടതാണ്. ഇതുകൂടാതെ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇന്ത്യൻ അധികൃതർ പുറത്തുവിട്ട പുതിയ യാത്രാ നിബന്ധനകൾ പ്രകാരം ഇന്ത്യയിൽ എത്തിച്ചേർന്നതിന് ശേഷം മറ്റൊരു കോവിഡ് പരിശോധനയ്ക്ക് കൂടി വിധേയമായിരിക്കണം. ഇതുകൂടാതെ യാത്രക്കാർ തന്നെയാണ് പരിശോധനയ്ക്ക് പണം ചെലവാക്കേണ്ടത്. RT-PCR പരിശോധനയ്ക്ക് ഇനി പറയുന്ന നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. സാധുവായ തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് എന്നിവ കയ്യിൽ കരുതിയിരിക്കണം. സൈറ്റിൽ എടുത്തുകാട്ടാൻ ടോക്കൺ നമ്പറിന്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്തിരിക്കണം. നിങ്ങൾ പുറപ്പെടുന്ന രാജ്യത്തിന്റെ വിമാനത്താവള സ്റ്റാഫായിരിക്കും ടോക്കൺ നൽകുക. 48 മണിക്കൂറിനുള്ളിൽ ഓൺലൈൻ റിപ്പോർട്ട് സാധ്യമാകും. മുംബൈ വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 8 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന വിമാനമുണ്ടെങ്കിൽ തന്നെ PCR പരിശോധനാ ഫലം ലഭിക്കുന്ന സമയം കണക്ക് കൂട്ടിയിട്ട് വേണം മറ്റൊരു വിമാനം ബുക്ക് ചെയ്യാൻ. പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറങ്ങി യാത്ര ചെയ്യുന്നവർ 7 ദിവസത്തെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. ഇതിനുശേഷം 7 ദിവസത്തെ ഹോം ക്വാറന്റൈനിലും കഴിയണം. പുതിയ സർക്കുലർ പ്രകാരം താഴെ പറയുന്ന വിഭാഗങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന യാത്രക്കാർ, ഗർഭിണികൾ, 5 വയസ്സിന് താഴെ വരുന്ന കുട്ടികളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന മാതാപിതാക്കൾ, ക്യാൻസർ, ശാരീരിക വെല്ലുവിളികൾ, മാനസിക വൈകല്യങ്ങൾ, സെറിബ്രൽ പൾസി തുടങ്ങിയ രോഗങ്ങൾക്ക് ഉടൻ വൈദ്യസഹായം ആവശ്യമുള്ളവർ, ഗുരുതരാവസ്ഥയിൽ പിതാവ്, മാതാവ്, മകൻ, മകൾ എന്നിവരുണ്ടെങ്കിൽ, അപകടം സംഭവിച്ചവർ, കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ, 2 വാക്സിൻ ഡോസുകളും സ്വീകരിച്ചവർ, ജീവൻ രക്ഷാ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ കൂടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരാണവർ. ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ സെന്ററിൽ 2 ഡോസ് വാക്സിനുകൾ സ്വീകരിച്ച വാക്സിൻ സെന്ററുകളിൽ നിന്ന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. യാത്രാവശ്യങ്ങൾക്കായി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. 2ാം ഡോസ് സ്വീകരിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ MOHAPയുടെ സീൽ പതിപ്പിച്ചിട്ടുണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.